ഹായ് ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇതൊരു പുതിയ ചാനലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ടെങ്കിലേ ചാനൽ റീച്ച് ആവുള്ളൂ. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, 2 ലക്ഷത്തോളം വ്യൂസ് ആയതിന്. അതിന് നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5000-ലേറെ ലൈക്കും 500-ന് മുകളിൽ കമന്റും ആ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് അത്രയ്ക്ക് റീച്ചിലേക്ക് പോയത്. എന്നാൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്കൊന്നും തീരെ ലൈക്കും അതുപോലെ കമന്റും ഇല്ല. അതുകൊണ്ട് ഇനിയുള്ള വീഡിയോസ് കാണുന്നവര് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒരു ലൈക്കും അതുപോലെ എന്തെങ്കിലും ഒരു കമന്റും ചെയ്യാൻ മറക്കരുതേ. എന്നെ സംബന്ധിച്ചിട്ട് അതെനിക്ക് നല്ലൊരു സപ്പോർട്ടാണ്. കൂടുതൽ വീഡിയോസ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ അത് വളരെ സഹായകരമായിരിക്കും. അതുകൊണ്ട് ആ കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു അനിമേഷൻ സിനിമയാണ്. 2001-ൽ റിലീസായ ഷ്രെക്ക് എന്ന സിനിമയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആദ്യം കാണിക്കുന്നത് ഷ്രെക്ക് എന്നു പേരുള്ള ഭീമാകാരനായ ഒരു രാക്ഷസനെയാണ്. അവനിപ്പം ഒരു കഥ വായിക്കുകയാണ്. ആ കഥയിൽ പറയുന്നത്, ഒരിക്കലും ഒരിടത്ത് വളരെ സുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. എന്നാൽ ആ രാജകുമാരിക്ക് ഒരു ദിവസം ഒരു ശാപം കിട്ടി. അതിനെ തുടർന്ന് രാജകുമാരി ഇപ്പോൾ ഒരു കോട്ടയിലാണ്, ഒരു ഭീമാകാരമായ കോട്ടയുടെ ഏറ്റവും മുകളിലത്തെ റൂമിൽ. ആ കോട്ടയെയും രാജകുമാരിയെയും സംരക്ഷിച്ചുകൊണ്ട് തീ തുപ്പുന്ന ഒരു ഭീകരൻ ഡ്രാഗണും ആ കോട്ടയ്ക്ക് പരിസരത്തുണ്ട്. ഇനി എങ്ങനെ രാജകുമാരിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും? അതിനാകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആത്മാർത്ഥ പ്രണയത്തോടെ ഒരാൾ രാജകുമാരിയെ ചുംബിക്കണം. എങ്കിൽ മാത്രമേ രാജകുമാരിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. ഇങ്ങനെ ഒരു കഥയാണ് ആ പുസ്തകത്തിലുള്ളത്. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. പക്ഷെ ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഷ്രെക്ക് ആണെങ്കിൽ ആ പേജ് കീറിക്കളഞ്ഞു. ഇതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ പുസ്തകം മാറ്റിവെച്ചു. ബാത്റൂമിൽ ഇരുന്നിട്ടാണ് അവൻ ആ കഥ വായിച്ചത്. അങ്ങനെ ബാത്റൂം ഒക്കെ കഴിഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പൊ ഈ ഷ്രെക്ക് കാട്ടിലാണ് ജീവിക്കുന്നത്. അവിടെ കുറച്ച് സ്ഥലമൊക്കെ അവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പുതിയതായിട്ട് അവിടെ ഒരു വീടും അവൻ വെച്ചു. ഇനിയിപ്പം രാവിലത്തെ അവന്റെ പ്രഭാത കർമ്മങ്ങളാണ്. അതിനുവേണ്ടി അവൻ ആദ്യം ചെയ്യുന്നത് കുറെ ചളിയൊക്കെ അവന്റെ ദേഹത്തേക്ക് വാരിയിട്ടു. എന്നിട്ട് അതൊക്കെ നല്ല സെറ്റപ്പായിട്ട് ശരീരത്തിൽ ഇങ്ങനെ തേച്ചു വെക്കുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ ഏതോ ഒരു ജീവിയെ പിടിച്ചിട്ട് അതിന്റെ ശരീരത്തിലെ ചാറു മൊത്തം ഒരു വടിയിലേക്കാക്കി. എന്നിട്ട് അത് വെച്ചിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് പല്ലൊക്കെ തേച്ചു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ അവിടുത്തെ കുളത്തിലേക്ക് ചാടുകയാണ്. അങ്ങനെ മീനിനെയൊക്കെ പിടിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവനിപ്പം ഒരു ബോർഡിൽ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവനൊരു ചിത്രം വരച്ചിട്ട് അത് അവന്റെ സ്ഥലത്തായിട്ട് ഇങ്ങനെ കുത്തിവെച്ചു. അതിൽ എഴുതിയിരിക്കുന്നത്, ഇവിടെ രാക്ഷസനുണ്ട്, സൂക്ഷിക്കാന്നാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം അവന്റെ വീടും പരിസരവും ഒക്കെ ഒന്ന് സെറ്റായി. അങ്ങനെ സമയം രാത്രിയായപ്പം ഷ്രെക്ക് ഇപ്പൊ ഫുഡ് കഴിക്കുകയാണ്. ഏതോ ഒരു ജീവിയുടെ കണ്ണാണ് അവൻ ഭക്ഷിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ആ രാക്ഷസനെ ഓടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മനുഷ്യന്മാർ അങ്ങോട്ട് വരുന്നത്. അവർ പന്തമൊക്കെ പിടിച്ചിട്ടുണ്ട്. തീ കണ്ട രാക്ഷസൻ പേടിച്ചോടും എന്നാണ് മനുഷ്യര് ചിന്തിക്കുന്നത്. എന്നാൽ തീ കണ്ടതും അവനത് കൈകൊണ്ട് തന്നെ കെടുത്തി. മാത്രമല്ല ആ മനുഷ്യരെ നോക്കിയിട്ട് ഉച്ചത്തിൽ അലറുകയാണ്. അവന്റെ ആ അലർച്ച കേൾക്കുമ്പോൾ മനുഷ്യരാണെങ്കിൽ അവിടെ നിന്ന് പേടിച്ചോടുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം രാവിലെ ആ ഏരിയയിൽ ഒരു പ്രത്യേക കാര്യം നടക്കുകയാണ്. ആ രാജ്യത്തെ രാജാവിന്റെ കുറെ പടയാളികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരിപ്പോ ചെയ്യുന്നത് ഈ ഫെയറി ടെയിലിലെ ക്രീച്ചേഴ്സിനെ വാങ്ങാണ്. ഈ ഫെയറി ടെയിൽ എന്താണെന്നറിയല്ലോ, ഈ മാജിക് ഒക്കെ കാണിക്കുന്ന കുള്ളന്മാര് അതുപോലെ പല ജീവികളും ഉണ്ട്. അവിടുത്തെ മനുഷ്യർക്ക് ഫെയറി ടെയിൽ ഏതെങ്കിലും ക്രീച്ചറിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് രാജാവിന് കൊടുത്തിട്ട് കാശ് വാങ്ങാം. പടയാളികളൊക്കെ ആ ജീവികൾ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. ആ ഒരു പരിപാടിയാണ് ഇപ്പൊ അവിടെ നടക്കുന്നത്. ഈ സമയം ഒരു ലേഡിയുടെ അടുത്ത് ഒരു കഴുതയുണ്ട്. ഇത് സംസാരിക്കുന്ന കഴുതയാണ്. അവൻ ആ പടയാളികൾക്ക് വിൽക്കാനാണ് ആ ലേഡി അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ സമയം കഴുത പറയുന്നത്, ദയവ് ചെയ്ത് എന്നെ വിൽക്കരുത്, നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം, ഇവർക്ക് എന്നെ കൊടുക്കരുത് എന്നൊക്കെ കഴുത പറയുന്നുണ്ട്. എന്നാൽ ലേഡി സമ്മതിക്കുന്നില്ല. ഇപ്പൊ അതിനെ കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ, അതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ ലേഡി കഴുതയും കൊണ്ട് ആ പടയാളികളുടെ അടുത്തേക്ക് എത്തി. ഇവനെന്താണ് ഇത്ര പ്രത്യേകത? ഇത് സാധാരണ ഒരു കഴുതയല്ലേ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഇത് സാധാരണ കഴുതയല്ല, ഇവൻ സംസാരിക്കും എന്നാണ് ആ ലേഡി പറയുന്നത്. എന്നാൽ പടയാളികൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഈ സമയത്ത് കഴുത സംസാരിക്കുന്നില്ല. അതെല്ലാം കാണുമ്പോൾ ഇവര് നമ്മളെ പറ്റിക്കാണ്, ഉടനെ തന്നെ ഇവരെ പിടിച്ചു മാറ്റൂ എന്നാണ് ആ പടയാളി ഉത്തരവിടുന്നത്. അതിനെ തുടർന്ന് വേറെ കുറെ പടയാളികൾ വന്നിട്ട് ആ ലേഡി അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവാണ്. അതിനിടയിലാണ് ആ ലേഡിയുടെ കാല് തട്ടിയിട്ട് ഒരു മിന്നാമിന്നി കിടക്കുന്ന കൂട് തെറിച്ചു പോകുന്നത്. അത് നേരെ വന്ന് വീഴുന്നത് ആ കഴുതയുടെ ദേഹത്തേക്കാണ്. ആ മിന്നാമിന്നി ഒരു മാജിക് ആയിരുന്നു. അത് കഴുതയുടെ ദേഹത്തേക്ക് വന്ന് വീണപ്പോൾ കഴുത ഇങ്ങനെ മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ കഴുതയ്ക്കും അത്ഭുതമായി. അങ്ങനെ പറന്ന് മുകളിലേക്ക് പോകുമ്പോൾ കഴുത ആ പടയാളികളെ കളിയാക്കാൻ തുടങ്ങി. ഹേയ് പടയാളികളെ, ഞാൻ നിങ്ങളെ പറ്റിച്ചു, എനിക്ക് സംസാരിക്കാൻ കഴിയും എന്നൊക്കെയാണ് അവനിങ്ങനെ അവരെ കളിയാക്കിക്കൊണ്ട് പറയുന്നത്. എന്നാൽ അവന്റെ പ്രതീക്ഷ തെറ്റി. കുറച്ച് സമയത്തേക്ക് മാത്രമേ അവന് പറക്കാൻ പറ്റുന്നുള്ളൂ. അതോടുകൂടെ അവൻ നേരെ താഴത്തേക്ക് വീഴാണ്. അത് കണ്ട ഉടനെ തന്നെ പടയാളികൾ അവനെ പിടിക്കാൻ വേണ്ടി ഓടി. എന്നാൽ കഴുതിയും നിൽക്കുന്നില്ല, വളരെ വേഗത്തിൽ അവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ അവൻ നേരെ എത്തിച്ചേരുന്നത് അവിടെ വഴിയിൽ നിൽക്കുന്ന ഷ്രെക്കിന്റെ അടുത്തേക്കാണ്. ഷ്രെക്കിനെ കണ്ടതും കഴുത ഷ്രെക്കിന്റെ പുറകിലേക്ക് ഒളിച്ചു. ഈ സമയം പടയാളികളാണെങ്കിൽ ഷ്രെക്കിനെ കണ്ടതും പേടിക്കാൻ തുടങ്ങി. അവനോട് ഏറ്റുമുട്ടാനൊന്നും അവർക്കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് ഓടിപ്പോവാണ്. പിന്നീട് അങ്ങോട്ട് കഴുത ഷ്രെക്കിന്റെ പുറകെ തന്നെയാണ്. ഈ കഴുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വീർപ്പിക്കലാണ്. ഏത് സമയവും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറപറോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും.
അതൊന്നും ഷ്രെക്കിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഷ്രെക്ക് എന്തൊക്കെ പറഞ്ഞിട്ടും കഴുതയാണെങ്കിൽ മാറിപ്പോകുന്നുമില്ല. അങ്ങനെ ഷ്രെക്ക് നടന്ന് അവർ വീട്ടിലെത്തി. ഈ സമയം ഞാനും നിന്റെ കൂടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് കഴുത ആ വീട്ടിലേക്ക് കയറാണ്. അത് കാണുമ്പോൾ ഓക്കെ എൻ്റെ കൂടെ നിന്നോ, പക്ഷെ ഇന്ന് രാത്രി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഓടിക്കോളണം എന്ന് പറഞ്ഞിട്ട് അവൻ കഴുതയെ പുറത്താക്കിയിട്ട് വാതിലടച്ചു. അങ്ങനെ സമയം രാത്രി. ഷ്രെക്കിനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയമായി. ഇന്നും നല്ല വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ അവൻ ഒരുക്കിയിട്ടുണ്ട്. അവൻ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് കഴുതയാണെങ്കിൽ വെള്ളം ഇറക്കിയിട്ടാണ് പുറത്തിരിക്കുന്നത്. തന്നെ അവൻ ഭക്ഷണത്തിനൊന്നും ക്ഷണിച്ചതുപോലും ഇല്ലല്ലോ എന്ന സങ്കടമാണ് കഴുതയ്ക്ക്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അവൻ നോക്കുമ്പോൾ ആ ഫെയറി ടെയിലിന്റെ ആൾക്കാരൊക്കെ ഇപ്പൊ അവന്റെ വീടിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. കുറെ കുള്ളന്മാരാണ് അവന്റെ വീടിനകത്ത് നിൽക്കുന്നത്. ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. ആ ഏരിയയിൽ മൊത്തം ഫെയറി ടെയിലിന്റെ ആൾക്കാരാണ്. അത് കണ്ടതും അവൻ ഉച്ചത്തിൽ അലറാൻ തുടങ്ങി. അവന്റെ ആ അലർച്ച കേൾക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ക്രീച്ചേഴ്സിനൊക്കെ ശരിക്കും പേടിയാവാണ്. കുറെ പേരൊക്കെ അവിടെ നിന്ന് ഓടി ഒളിക്കുകയും ചെയ്തു. ഈ സമയം ഷ്രെക്ക് അവരുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി. നിങ്ങൾ ആരാണ്? ഇത് എന്റെ സ്ഥലമാണെന്ന് അറിയത്തില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയാണ് ഷ്രെക്ക് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾ മനഃപൂർവ്വം ഇങ്ങോട്ട് വന്നതല്ല, രാജാവാണ് ഞങ്ങളെ ഇവിടേക്ക് ആക്കിയത് എന്നാണ് ആ ക്രീച്ചേഴ്സ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ രാജാവോ? ഏത് രാജാവ് എന്ന് എനിക്കതൊന്ന് ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ഷ്രെക്ക് വേഗം കൊട്ടാരത്തിലേക്ക് നടക്കുകയാണ്. അത് കാണുന്ന കഴുതയും അവന്റെ പുറകെ പോയി. ഇതേ സമയം തന്നെ രാജാവാണെങ്കിൽ കൊട്ടാരത്തിലാണ്. ഇയാളുടെ പേരാണ് ഫോർക്ക്വാർഡ്. ഇയാളൊരു കുള്ളൻ രാജാവാണ്. അയാൾക്കിപ്പം ഒരു മാജിക് മിറർ കിട്ടിയിട്ടുണ്ട്. ആ മിററിനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഒരു അഡ്വൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ രാജാവ് മിററിന്റെ അടുത്ത് ചോദിക്കുന്നത്, അല്ലയോ കണ്ണാടി, ഈ ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രാജ്യം ഇതല്ലേ? ഞാനല്ലേ ഏറ്റവും നല്ല ഭരണാധികാരി? അതേക്കുന്ന മിറർ പറയുന്നത്, അല്ല രാജാവേ, നിങ്ങൾ ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രാജാവായിട്ടില്ല. അങ്ങനെ രാജാവാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു രാജകുമാരി വേണം എന്നാണ് കണ്ണാടി പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് രാജകുമാരിയാണ് ഞാൻ കല്യാണം കഴിക്കേണ്ടത്? രാജാവ് അടുത്തായിട്ട് ചോദിക്കുന്നു. ഈ സമയം കണ്ണാടി 3 രാജകുമാരികളെ കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ആദ്യത്തെ രാജകുമാരിയുടെ പേര് സിൻഡ്രല്ല എന്നും, രണ്ടാമത്തെ രാജകുമാരിയുടെ പേര് സ്നോ വൈറ്റ് എന്നും, മൂന്നാമത്തെ രാജകുമാരിയുടെ പേര് ഫിയോണ എന്നുമാണ്. ഇതിലേത് രാജകുമാരിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് കണ്ണാടി തിരിച്ചു ചോദിക്കുന്നത്. ഈ സമയം അവിടെ കുറെ പടയാളികളൊക്കെ നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ ഓരോരുത്തർ അവരവരുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ചില ആൾക്കാർ പറയുന്നത് 1ാമത്തെ രാജകുമാരി മതി, ചില ആൾക്കാർ 2ാമത്തെ രാജകുമാരി മതി, എന്നാൽ വേറെ ചില ആൾക്കാർ 3ാമത്തെ രാജകുമാരി മതി എന്നൊക്കെയാണ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ രാജാവിന് ശരിക്കും കൺഫ്യൂഷനായി. അങ്ങനെ അവസാനം കറക്കി കുത്തി അയാൾ 3ാമത്തെ രാജകുമാരിയുടെ പേര് പറയാണ്, അതായത് പ്രിൻസസ് ഫിയോണ. ഈ സമയത്താണ് ഫിയോണ എവിടെയാണുള്ളത് എന്ന കാര്യം കണ്ണാടി പറയുന്നത്. അതായത് ഈ ഫിയോണ എന്ന രാജകുമാരിയെ ഒരു കോട്ടയ്ക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. രാജകുമാരിക്ക് ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. ആ കോട്ടയ്ക്ക് കാവലായിട്ട് ഒരു ഡ്രാഗണും ഉണ്ട്. പിന്നെ വൈകുന്നേരം ആവുമ്പം കണ്ണാടി അത്രയും പറയുമ്പോൾ തന്നെ രാജാവ് ഇടയിൽ കയറി, മതി നിർത്ത്, എനിക്ക് കൂടുതൽ കഥകളൊന്നും കേൾക്കണ്ട, രാജകുമാരിയെ കോട്ടയിൽ നിന്ന് ഞാൻ രക്ഷിച്ചോളാം, എത്രയും പെട്ടെന്ന് നമ്മുടെ ആൾക്കാരെ മൊത്തം വിളിച്ചു കൂട്ടൂ എന്നാണ് രാജാവ് ഇപ്പോൾ ഉത്തരവിടുന്നത്. ഇതേ സമയം തന്നെ ഷ്രെക്കും ഡോങ്കിയും കൂടെ രാജകൊട്ടാരത്തിന്റെ മുന്നിലെത്തി. എന്നാൽ ഷ്രെക്കിനെ കണ്ടതും അവിടുത്തെ കാവൽക്കാരൻ അവിടുന്ന് പേടിച്ചോടാണ്. അങ്ങനെ ഷ്രെക്ക് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് എത്തി. ഈ സമയം രാജാവാണെങ്കിൽ അയാളുടെ പടയാളികൾ ഒരു മീറ്റിങ്ങിന് വിളിച്ചിരിക്കുകയാണ്. അതിന്റെ ഇടയിലേക്കാണ് ഇപ്പൊ ഷ്രെക്ക് കയറി വരുന്നത്. രാക്ഷസൻ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ രാജാവ് ഉടനെ തന്നെ അയാളുടെ അടുത്ത് ഉത്തരവിട്ടു, എത്രയും പെട്ടെന്ന് ആ രാക്ഷസനെ പിടിച്ചു കെട്ടുക. അങ്ങനെ പിടിച്ചു കെട്ടുന്നവരാരാണോ അയാളായിരിക്കും ഇന്നത്തെ ചാമ്പ്യൻ എന്നാണ് രാജാവ് പറയുന്നത്. അതിനെ തുടർന്ന് പടയാളികളൊക്കെ ഷ്രെക്കിനെ പിടിക്കാൻ അവന്റെ അടുത്തേക്ക് ഓടുകയാണ്. എന്നാൽ ഷ്രെക്ക് വെറുതെ നിൽക്കുവോ? അവൻ ഉടനെ തന്നെ ആ പടയാളികളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വളരെ പെട്ടെന്ന് അവൻ മുഴുവൻ പടയാളികളെ ഇടിച്ചു വീഴ്ത്താണ്. ഇതെല്ലാം കാണുമ്പോൾ രാജാവിന് ശരിക്കും അത്ഭുതമായി. എന്ത് പെട്ടെന്നാണ് തന്റെ മുഴുവൻ ആൾക്കാരെ അവൻ ഇടിച്ചു വീഴ്ത്തിയത്. അതുകൊണ്ട് തന്നെ അയാൾ ഷ്രെക്കിനെ ഇന്നത്തെ ചാമ്പ്യനാക്കുകയാണ്. മാത്രമല്ല അവൻ എന്താണ് പറയാനുള്ളത് എന്ന കാര്യം കൂടി രാജാവ് കേൾക്കാൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ രാജാവ് പറയുമ്പോൾ ഷ്രെക്ക് അവൻ വന്ന കാര്യം രാജാവിൻ്റെ അടുത്ത് പറയാണ്. അതായത്, എന്റെ സ്ഥലത്ത് ഇങ്ങനെ ആ ഫെയറി ടെയിലിലെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്, നിങ്ങളാണല്ലോ അവരങ്ങോട്ട് വിട്ടത്, അതുകൊണ്ട് അവരെ മൊത്തം ഒഴിപ്പിച്ചിട്ട് എനിക്ക് എന്റെ വീടും സ്ഥലവും തിരിച്ചു തരണം എന്നാണ് ഷ്രെക്ക് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ രാജാവിന് ഒരു ഐഡിയ തോന്നി. അതാ രാജകുമാരിയുടെ കാര്യമാണ്. എന്തുകൊണ്ട് ഇവനെ വെച്ചിട്ട് രാജകുമാരിയെ രക്ഷിച്ചൂടാ? അതാണ് അയാൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ ആ കാര്യം രാജാവ് ഷ്രെക്കിന്റെ അടുത്ത് പറയുന്നു. ഇന്ന കോട്ടയിൽ ഒരു രാജകുമാരിയുണ്ട്, ആ രാജകുമാരിയെ രക്ഷിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നിനക്ക് നിന്റെ സ്ഥലം ഞാൻ വിട്ടുതരുന്നതായിരിക്കും എന്നാണ് രാജാവ് പറയുന്നത്. അത് സമ്മതിക്കാന്നല്ലാതെ ഷ്രെക്കിന് മറ്റൊരു മാർഗവുമില്ല. അങ്ങനെ അവൻ ഉടനെ തന്നെ രാജകുമാരിയെ രക്ഷിക്കാൻ വേണ്ടി ആ കോട്ടയിലേക്ക് പുറപ്പെടുകയാണ്. ഷ്രെക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും അവന്റെ കൂട്ടിനായിട്ട് നമ്മുടെ കഴുതയും ഉണ്ട്. അങ്ങനെ രാത്രിയും പകലും ഒക്കെ താണ്ടി അവരിപ്പോ വലിയൊരു മലയുടെ താഴെ തിരികെയാണ്. അതിന് മുകളിലേക്ക് കയറി നോക്കുമ്പോൾ അവർക്ക് ആ ഭീമാകാരമായിട്ടുള്ള കോട്ട കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കോട്ടയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു തൂക്കുപാലമുണ്ട്. ആ തൂക്കുപാലത്തിന് താഴെയായിട്ട് നിറയെ ലാവയാണ്. അങ്ങോട്ട് പോവാന്നുള്ളത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. എങ്കിലും രാജകുമാരിയെ രക്ഷിക്കണമല്ലോ, എങ്കിൽ മാത്രമല്ലേ ഷ്രെക്കിന് അവന്റെ സ്ഥലം തിരിച്ചു കിട്ടുള്ളൂ.
അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അവൻ കഴുതയും കൊണ്ട് ആ തൂക്കുപാലത്തിലേക്ക് കയറി. കഴുതയാണ് ഇപ്പൊ ഫ്രണ്ടിൽ നടക്കുന്നത്. എന്നാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കഴുതയുടെ കാല് തട്ടിയിട്ട് ആ തൂക്കുപാലത്തിൽ ഒരു പടി ഇളക്കി താഴേക്ക് വീണു. അതോടുകൂടെ കഴുതയ്ക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി. ഞാൻ ഇനിയില്ല, ഞാൻ തിരിച്ചു പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴുത അവിടെ കിടന്ന് ബഹളം വെക്കാണ്. എന്നാൽ ഷ്രെക്ക് അവനെ തിരിച്ചു പോകാൻ സമ്മതിക്കുന്നില്ല. ഷ്രെക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തൂക്കുപാലം പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടാൻ തുടങ്ങി. അത് കാണുമ്പോൾ കഴുതയുടെ പേടി കൂടുകയാണ്. അവനിങ്ങനെ പതുക്കെ പതുക്കെ പുറകിലേക്കാണ് നടക്കുന്നത്. അങ്ങനെ നടന്ന് അവൻ പോലും അറിയാതെ കഴുത ആ പാലം ക്രോസ് ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ കോട്ടയ്ക്കുള്ളിലേക്ക് എത്തി. ഈ സമയം കുറെ പടയാളികളുടെ അസ്ഥികൂടങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇവരെല്ലാവരും ആ രാജകുമാരിയെ രക്ഷിക്കാൻ വേണ്ടി ഇതിനു മുമ്പ് വന്നവരാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഡ്രാഗൺ അവരെല്ലാം കൊന്നു കളഞ്ഞു. അങ്ങനെ ഷ്രെക്ക് വേഗം ചെന്നിട്ട് അവിടെ കിടക്കുന്ന ഒരു പടയാളിയുടെ ഹെൽമെറ്റ് എടുക്കുകയാണ്. അതിനുശേഷം കഴുതയുടെ അടുത്ത് പറയുന്നത്, ഈ രാജകുമാരി എന്ന് പറയുന്നത് ഈ കോട്ടയുടെ ഏറ്റവും മുകളിലാണ്, അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റേഴ്സ് കണ്ടെത്തണം, നീ പോയിട്ട് അത് കണ്ടെത്ത്, ഡ്രാഗന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടു വഴിക്ക് പിരിയാണ്. എന്നാൽ സ്റ്റേഴ്സ് കണ്ടെത്താൻ പോയ കഴുത നേരെ എത്തിപ്പെടുന്നത് ആ ഡ്രാഗന്റെ മുമ്പിലാണ്. പെട്ടെന്നാണ് ഡ്രാഗൺ അവന് നേരെ തീ തുപ്പുന്നത്. അത് കണ്ട ഉടനെ തന്നെ കഴുത അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ അവൻ നേരെ ഓടി ചെല്ലുന്നത് ഷ്രെക്കിന്റെ അടുത്തേക്കാണ്. ഈ സമയമാകുമ്പോഴേക്കും ഡ്രാഗണും അങ്ങോട്ട് എത്തി. അതിങ്ങനെ ശക്തിയായിട്ട് തീ തുപ്പാണ്. അവനാണെങ്കിൽ വേഗം തന്നെ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഡ്രാഗൺ നേരെ പോകുന്നത് കഴുതയെ പിടിക്കാനാണ്. ഈ സമയം ഷ്രെക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുറകിലൂടെ ചെന്നിട്ട് ആ ഡ്രാഗന്റെ വാലിൽ പിടിക്കുന്നു. എന്നാൽ അത് മനസ്സിലായ ഉടനെ ഡ്രാഗൺ ആണെങ്കിൽ അവന്റെ വാല് മുകളിലേക്ക് ഉയർത്താണ്. അതോടൊപ്പം തന്നെ ഷ്രെക്ക് അങ്ങ് ദൂരേക്ക് തെറിച്ചു പോകുന്നു. എന്നാൽ അവൻ നേരെ പോയി വീഴുന്നത് ആ കോട്ടയുടെ ഏറ്റവും മുകളിലത്തെ റൂമിലാണ്. അവിടെയായിരുന്നു രാജകുമാരി ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു റിസ്ക്കും എടുക്കാതെ വളരെ സിമ്പിളായിട്ട് ഷ്രെക്കിന് ഇപ്പോൾ രാജകുമാരിയുടെ റൂമിലേക്ക് എത്താൻ പറ്റി. ഈ സമയം ഡ്രാഗൺ ആണെങ്കിൽ കഴുതയുടെ പുറകെ തന്നെയാണ്. കഴുത ഇപ്പോൾ ഒരു പാലത്തിലാണ് നിൽക്കുന്നത്. ഡ്രാഗൺ ഇപ്പൊ തീ തുപ്പി ആ പാലം മൊത്തം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു ചെറിയ കഷ്ണമാണുള്ളത്. അതിന്റെ മുകളിലാണ് കഴുത നിൽക്കുന്നത്. ഈ സമയം ഡ്രാഗൺ കഴുതയെ തിന്നാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് വരുമ്പോൾ കഴുതയ്ക്ക് ഒരു ഐഡിയ തോന്നി. ഈ ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു പെണ്ണാണ്. അവൻ അവളെ ഇങ്ങനെ പുകഴ്ത്താൻ തുടങ്ങി. നിന്നെ കാണാൻ എന്ത് സുന്ദരിയായിരിക്കുന്നു, നിന്നെപ്പോലെ സൗന്ദര്യമുള്ള ഒരു ജീവിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴുത അവളെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരാൾ ഡ്രാഗണെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രാഗൺ ഇപ്പം കഴുതയോട് വല്ലാത്തൊരു പ്രണയം. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ ഷ്രെക്കിനെ വിട്ട് കഴുതയെ വാലിൽ തൂക്കിയെടുത്തിട്ട് അവിടുന്ന് പോവാണ്. ഈ സമയം ഷ്രെക്ക് ആണെങ്കിൽ രാജകുമാരിയുടെ അടുത്താണ്. എന്നാൽ രാജകുമാരിക്ക് ഇതൊരു രാക്ഷസനാണ് എന്ന കാര്യം മനസ്സിലായിട്ടില്ല. കാരണം ആ ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് അവന്റെ മുഖം മൊത്തം മറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അവള് പറയുന്നത് വേഗം എന്നെ കിസ് ചെയ്യാനാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ ഇപ്പൊ കിസ് ചെയ്യാനൊന്നും സമയമില്ല, നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ രാജകുമാരിയും കൂട്ടി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ ഷ്രെക്ക് ഇപ്പം കഴുതയെ അന്വേഷിച്ച് നടക്കുകയാണ്. അവൻ നോക്കുമ്പോൾ താഴെ ഇരുന്നിട്ട് ഡ്രാഗൺ ഇപ്പൊ കഴുതയെ പ്രണയിക്കുകയാണ്. ഈ സമയം ഷ്രെക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിലായിട്ട് ഒരു ചങ്ങല തൂങ്ങി കിടക്കുന്നുണ്ട്. അതിലാണ് ഈ ഡ്രാഗണെ ലോക്ക് ചെയ്യേണ്ട കെണി ഇരിക്കുന്നത്. അവൻ വേഗം തന്നെ ആ ചങ്ങലയിലേക്ക് ചാടി പിടിച്ചു. എന്നാൽ അതോടൊപ്പം തന്നെ അവൻ താഴേക്ക് വീഴാൻ തുടങ്ങി. ഈ സമയം കഴുത അവിടെ നിന്ന് തെറിച്ചുപോയി. ഇപ്പൊ ഡ്രാഗൺ കഴുതയെ കിസ് ചെയ്യാൻ നോക്കുമ്പോൾ അവന്റെ മുന്നിലിരിക്കുന്നത് ഷ്രെക്കാണ്. അത് കാണുമ്പോൾ ഡ്രാഗണ് ദേഷ്യമാണ് വരുന്നത്. എന്നാൽ ഈ സമയം ഷ്രെക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ചങ്ങല അങ്ങോട്ട് വിട്ടുകളയാണ്. അതോടുകൂടെ ആ കെണി വന്നിട്ട് ഡ്രാഗന്റെ കഴുത്തിലിരിക്കുകയും ചെയ്തു. ഈ ഒരു അവസരത്തിൽ ഷ്രെക്ക് ബാക്കിയുള്ളവരെയും കൂട്ടി അവിടെ നിന്ന് ഓടിപ്പോവാണ്. എന്നാൽ ആ കെണി കഴുത്തിലേക്ക് വീണെങ്കിലും ആ ചങ്ങലയ്ക്ക് നല്ല നീളമുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രാഗണും അവരുടെ പുറകെ പോകാൻ തുടങ്ങി. അങ്ങനെ കുറെ ഓടി അവർ ആ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. വേഗം തന്നെ അവർ ആ തൂക്കുപാലത്തിലേക്ക് കയറാണ്. എന്നാൽ പെട്ടെന്നാണ് ഡ്രാഗൺ തീ തുപ്പുന്നത്. അതോടൊപ്പം തന്നെ ആ തൂക്കുപാലം അറ്റുപോവുകയും ചെയ്തു. എന്നാൽ ഷ്രെക്കിനും കൂട്ടർക്കും ആ തൂക്കുപാലത്തിന്റെ ബാക്കി ഭാഗത്ത് പിടുത്തം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ താഴേക്ക് പോയില്ല. എന്നാൽ ഈ സമയം ഡ്രാഗൺ അവിടെ നിന്ന് ചാടാൻ ശ്രമിക്കുമ്പോൾ അതിനെ കൊണ്ട് അത് പറ്റുന്നുമില്ല. കാരണം കഴുത്തിൽ ആ ലോക്ക് കിടക്കാണല്ലോ. അവനിപ്പോൾ അവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഷ്രെക്കാണെങ്കിൽ ബാക്കിയുള്ളവരെയും കൊണ്ട് ആ മലയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. തന്നെ രക്ഷിച്ചതുകൊണ്ട് തന്നെ രാജകുമാരിക്ക് വല്ലാത്ത സന്തോഷമായി. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അവൾ ഇപ്പൊ പുറം ലോകം കാണുന്നത്. മാത്രമല്ല അവൾക്കിപ്പോ ഷ്രെക്കിന്റെ അടുത്ത് വല്ലാത്തൊരു ഇഷ്ടവും തോന്നുന്നുണ്ട്. എന്നാൽ അവന്റെ ഹെൽമെറ്റ് മാറ്റിയിട്ടില്ലല്ലോ. ഈ സമയം അവൾ പറയുന്നത് അവനോട് ഹെൽമെറ്റ് മാറ്റാനാണ്. ആദ്യം അതിന് സമ്മതിക്കത്തില്ലെങ്കിലും അവളിങ്ങനെ നിർബന്ധിക്കുമ്പോൾ അവൻ ഹെൽമെറ്റ് മാറ്റി. എന്നാൽ ആ രൂപം കാണുമ്പോൾ രാജകുമാരി ശരിക്കും ഞെട്ടിപ്പോയി. ഈ സമയം ഷ്രെക്ക് അവളുടെ അടുത്ത് യഥാർത്ഥ കഥ പറയാണ്. അതായത് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ഫാർക്വാഡ് എന്ന പേരിലുള്ള രാജാവാണ്. അദ്ദേഹമാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഞാൻ നിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോകാൻ വന്ന ആളാണ് എന്നാണ് ഷ്രെക്ക് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിന്നെ അയച്ചതാണെന്നോ? എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ട് ആ രാജാവിന് ഇങ്ങോട്ട് വന്നൂടാ? അയാൾ ഇങ്ങോട്ട് വരാതെ ഞാൻ ഇവിടുന്ന് വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് രാജകുമാരി വാശി പിടിക്കുകയാണ്. എന്നാൽ ഷ്രെക്കിന് ഇനി കളയാൻ അധികം സമയമില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ആ വാശിയൊന്നും മൈൻഡ് ചെയ്യാതെ ഷ്രെക്ക് രാജകുമാരിയും തോളത്തിട്ടിട്ട് രാജാവിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. പക്ഷെ രാജകൊട്ടാരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ അവർക്ക് നടക്കാനുണ്ട്. ഇപ്പൊ തന്നെ സമയം വൈകുന്നേരമായി. മാത്രമല്ല രാജകുമാരിക്കാണെങ്കിൽ ശരിക്കും പേടിയാവാനും തുടങ്ങി. അതുകൊണ്ട് തന്നെ അവരിപ്പോ ഒരു മലയുടെ മുകളിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു ഗുഹ കണ്ടെത്തുകയാണ്. എന്നിട്ട് രാജകുമാരി അകത്ത് കിടത്തിയിട്ട് ഷ്രെക്കും കഴുതയും വെളിയിലാണ് കിടക്കുന്നത്. അങ്ങനെ കുറെ സമയങ്ങൾ കഴിഞ്ഞു. കഴുതയും ഷ്രെക്കും ഉറങ്ങിയിട്ടില്ല. അവരിങ്ങനെ ആകാശത്തെ നക്ഷത്രങ്ങൾ നോക്കിയിരിക്കുകയാണ്. ഈ സമയത്താണ് കഴുത ഷ്രെക്കിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്.
നീ എന്താണ് ഇങ്ങനെ, ആരെ എന്താണ് നിന്റെ അടുത്തേക്ക് അടുപ്പിക്കാതെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? നിനക്ക് ആരുമായിട്ടെങ്കിലും ഒന്ന് കൂട്ടുകൂടിക്കൂടെ എന്നൊക്കെയാണ് കഴുതി വയ്ക്കുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ ഷ്രെക്കിന് വളരെ സങ്കടവും ദേഷ്യവുമാണ് വരുന്നത്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കല്ല പ്രശ്നം, ആൾക്കാർക്കാണ് പ്രശ്നം. എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവരും പേടിച്ചൂടല്ലേ. മാത്രമല്ല വിരൂപൻ എന്നൊരു വിളിപ്പേരും. ആൾക്കാർ എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? എൻ്റെ മനസ്സെന്താണെന്ന് അവർ കണ്ടിട്ടുണ്ടോ? ഞാൻ എത്രമാത്രം പാവമാണെന്ന് അവർക്കറിയോ? ഇതൊന്നും അറിയാതെയാണ് ആൾക്കാരൊക്കെ എന്നെ മാറ്റി നിർത്തുന്നത്. ചെറുപ്പം മുതലേ എനിക്ക് കിട്ടിയത് അവഗണന മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു, ഇനി ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയെന്ന് എന്നാണ് ഷ്രെക്ക് ഇപ്പോൾ കഴുതയുടെ അടുത്ത് പറയുന്നത്. എന്നാൽ ഇവരുടെ ഈ സംസാരം ആ ഗുഹയ്ക്കുള്ളിൽ ഇരുന്നിട്ട് രാജകുമാരിയും കേൾക്കുന്നുണ്ട്. അവൾക്കിപ്പം ഷ്രെക്കിന്റെ അടുത്ത് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്. ഇതേ സമയം തന്നെ രാജാവാണെങ്കിൽ രാജകുമാരിക്ക് വേണ്ടിയിട്ട് കുറെ ഡ്രസ്സൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അയാളിപ്പോൾ അവളെയും സ്വപ്നം കണ്ട് കിടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ രാജകുമാരി ആ ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. കുറെ കാലത്തിന് ശേഷമാണല്ലോ ഇവൾ ഈ പ്രഭാതമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് അവളിപ്പോൾ നേരെ എത്തിച്ചേരുന്നത് ഒരു മരത്തിന്റെ അടുത്താണ്. അവിടെ ഒരു കൊമ്പലായിട്ട് ഒരു കിളി ഇരിക്കുന്നുണ്ട്. ഇപ്പൊ രാജകുമാരി ആ കിളിയെ നോക്കിയിട്ടാണ് ആ പാട്ട് പാടുന്നത്. എന്നാൽ രാജകുമാരിയുടെ ശബ്ദം കേൾക്കുമ്പോൾ കിളിക്ക് അത് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രാജകുമാരി പാട്ട് പാടുമ്പോൾ കിളിയുടെ ശരീരം അങ്ങനെ വീർക്കാൻ തുടങ്ങി. അതോടുകൂടെ കിളി അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഈ സമയം രാജകുമാരി നോക്കുമ്പോൾ കിളിയുടെ 2 കാലുകൾ മാത്രമാണ് ആ മരത്തിലിരിക്കുന്നത്. മാത്രമല്ല കിളിയുടെ കൂട്ടിലായിട്ട് 3 മുട്ടയിരിക്കുന്നുണ്ട്. അവൾ ആ മുട്ടയെടുത്തിട്ട് നേരെ ആ ഗുഹയിലേക്ക് തന്നെ എത്തി. അതിനുശേഷം ആ 3 മുട്ടയും വെച്ചിട്ട് ബുൾസൈ അടിക്കുകയാണ്. ഇതും കണ്ടുകൊണ്ടാണ് ഷ്രെക്കും കഴുതി എഴുന്നേക്കുന്നത്. അങ്ങനെ ആ ബുൾസൈ എടുത്തിട്ട് രാജകുമാരി ഷ്രെക്കിന് കൊടുക്കുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ 3 പേരും കൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. എന്നാൽ കുറെ നടന്നൊരു സ്ഥലത്തെത്തുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വള്ളിയിൽ തൂങ്ങി വന്നിട്ട് രാജകുമാരിയും കൊണ്ടൊരു മരത്തിലേക്ക് കയറുന്നത്. അത് കാണുമ്പോൾ താൻ എന്താണോ ഈ കാണിച്ചത് എന്നാണ് രാജകുമാരി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ നിന്നെ ആ രാക്ഷസിൽ നിന്ന് രക്ഷിച്ചതാണ് എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്. മാത്രമല്ല രാജകുമാരിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. എന്നാൽ രാജകുമാരിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇപ്പം രാജകുമാരിക്ക് ഇഷ്ടം ഷ്രെക്കിന്റെ അടുത്താണ്. അവരെയൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ആ ആൾക്കാർക്കൊക്കെ ദേഷ്യം വരാൻ തുടങ്ങി. അവരിപ്പം രാജകുമാരി അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ രാജകുമാരി എന്ന് പറയുന്നത് അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല. അവർക്ക് നല്ല രീതിയിൽ മാർഷൽ ആർട്സ് ഒക്കെ അറിയാം. അങ്ങനെ അവർ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ രാജകുമാരിയും തിരിച്ചടിക്കുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ രാജകുമാരി എല്ലാത്തിനെയും ഇടിച്ചിട്ടു. അതിനുശേഷം ഷ്രെക്കിനെയും കൊണ്ട് അവിടുന്ന് പോവാണ്. പോകുന്ന വഴിക്ക് നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു എന്ന് ഷ്രെക്ക് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഇത്രയും വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ, അപ്പൊ സെൽഫ് ഡിഫൻസിന് വേണ്ടി ഞാൻ സ്വയം പഠിച്ചെടുത്തതാണ് എന്നാണ് രാജകുമാരി അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിലാണ് രാജകുമാരി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നേരത്തെ നടന്ന ഫൈറ്റിൽ ഒരു അമ്പ് ഷ്രെക്കിന്റെ മൂട്ടിൽ കുടുങ്ങിയിട്ടുണ്ട്. രാജകുമാരി അത് പറയുമ്പോഴാണ് ഷ്രെക്കും അത് ശ്രദ്ധിക്കുന്നത്. എന്നാൽ അവനത് ഊരിയെടുക്കാൻ പറ്റുന്നില്ല. ഈ സമയം എന്നാൽ ഞാൻ ഊരിത്തരാം എന്നാണ് രാജകുമാരി പറയുന്നത്. എന്നാൽ ഷ്രെക്ക് അതിന് സമ്മതിക്കുന്നില്ല. അതിനിടയിൽ കഴുതയാണെങ്കിൽ അവരിങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അവൻ്റെ ആ വെറുപ്പിക്കൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് രാജകുമാരി കഴുതയുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഷ്രെക്കിനെ സഹായിക്കണ്ടേ, അങ്ങ് ദൂരെ പോയി കഴിഞ്ഞാൽ നിനക്കൊരു നീല കളർ പൂ കിട്ടും, നീ പോയിട്ട് അത് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് രാജകുമാരി കഴുതി അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അതിനുശേഷം അവൾ ആ അമ്പ് വലിച്ച് ഊരിയെടുക്കാൻ തുടങ്ങി. എന്നാൽ അത് ഊരിയെടുക്കുന്നതിനിടയിലാണ് അവൾ തടഞ്ഞ് താഴേക്ക് വീഴുന്നത്. അവൾ നേരെ ചെന്ന് വീഴുന്നത് ഷ്രെക്കിന്റെ നെഞ്ചിലും. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഷ്രെക്കിനും രാജകുമാരിയോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ ആ അമ്പൊക്കെ ഊരിയെടുത്തതിന് ശേഷം അവർ പിന്നെ അവിടെ നടക്കാൻ തുടങ്ങി. ഇപ്പൊ പഴയതുപോലെ എല്ലാവരും രാജകുമാരി ഷ്രെക്കും ഇപ്പൊ നല്ല കൂട്ടായിട്ടുണ്ട്. അങ്ങനെ നടക്കുന്ന വഴിക്ക് രാജകുമാരിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഷ്രെക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു തവള കിടക്കുന്നുണ്ട്. അവൻ അതിനെ എടുത്തിട്ട് അതിന്റെ വായിലൂടെ ഊതാൻ തുടങ്ങി. എന്നിട്ട് അവൻ അതിനെ ഊതി വീർപ്പിച്ചിട്ട് ഒരു ബലൂണായിട്ട് കെട്ടിയിട്ട് അവളുടെ കൈ കൊടുക്കുകയാണ്. അത് കാണുന്ന രാജകുമാരി ആണെങ്കിൽ അവൾ അവിടെ മരത്തിൽ നിൽക്കുന്ന ഒരു പാമ്പിനെ പിടിച്ചിട്ട് അതിന്റെ വായിലേക്ക് ഊതാണ്. എന്നിട്ട് അതിനെ ഒരു ബലൂണാക്കിയിട്ട് കെട്ടിയിട്ട് അവന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ കളിച്ചും ചിരിച്ചൊക്കെയാണ് അവരിപ്പോൾ മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ സമയം വൈകുന്നേരമായി. അവരിപ്പോൾ മറ്റൊരു ഗുഹയുടെ മുമ്പിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം രാജകുമാരിക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഷ്രെക്ക് 2-3 എലിയൊക്കെ ചുട്ടുകൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിക്കുമ്പോൾ അവൾക്കും ഭയങ്കര ഇഷ്ടമായി. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മറ്റൊരാളുടെ ഭാര്യ ആവാൻ പോവല്ലേ, അങ്ങനെ വരുമ്പോൾ ഈ ഭക്ഷണമൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്യല്ലോ എന്നാണ് രാജകുമാരി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതിനെന്താ രാജകുമാരി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ഇടയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി, ഞാൻ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി തരാം എന്നാണ് ഷ്രെക്ക് പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിനൊക്കെ ശേഷം രാജകുമാരി അവളുടെ ഗുഹയിലേക്ക് പോയി. ഈ സമയത്താണ് കഴുത ഷ്രെക്കിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നിനക്ക് രാജകുമാരിയോട് ഇഷ്ടമുണ്ടല്ലേ, എന്നാൽ പിന്നെ നിനക്കത് നേരിട്ട് അവളുടെ അടുത്ത് തുറന്നു പറഞ്ഞൂടെ എന്നാണ് കഴുത ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നീ എന്തൊക്കെയാ പറയുന്നത്, എനിക്ക് രാജകുമാരിയോട് ഇഷ്ടമോ? ഒരിക്കലുമില്ല. പിന്നെ ഞാനൊരു രാക്ഷസനല്ലേ, എന്നെ എങ്ങനെയാണ് രാജകുമാരി ഇഷ്ടപ്പെടുക എന്നാണ് ഷ്രെക്ക് ചോദിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഷ്രെക്കിന് രാജകുമാരി ഭയങ്കര ഇഷ്ടമാണ്. അവനിപ്പം അവിടെ ഒരു സൂര്യകാന്തി തോട്ടത്തിന്റെ അടുത്ത് അവളെയും കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയണമെന്ന്. എന്നാൽ കഴുതയ്ക്ക് നന്നായിട്ട് അറിയാം ഷ്രെക്കിന് രാജകുമാരി ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് തന്നെ ആ കാര്യം രാജകുമാരിയുടെ അടുത്തേക്ക് പറയാൻ വേണ്ടി അവൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറാണ്.
എന്നാൽ ഇപ്പം അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. രാജകുമാരി ഇപ്പം ഇരിക്കുന്നത് ഒരു രാക്ഷസിയുടെ രൂപത്തിലാണ്. ഇതെന്താണ് ഇങ്ങനെയായി പോയത് എന്നാണ് കഴുത ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇതാണ് ഡോങ്കി എനിക്ക് കിട്ടിയ ശാപം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ രൂപത്തിലേക്ക് മാറും. എന്നെ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്ന ഒരാൾ എന്നെ കിസ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ ഈ ശാപം ഇല്ലാതാവുള്ളൂ എന്നാണ് രാജകുമാരി അതിന് മറുപടി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാര്യം നീ ഷ്രെക്കിന്റെ അടുത്ത് തുറന്നു പറയണം എന്നാണ് ഡോങ്കി പറയുന്നത്. എന്നാൽ രാജകുമാരി പറയുന്നത് അതെനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്നാണ്. ഈ സമയം ഷ്രെക്കാണെങ്കിൽ ഒരു കാര്യം ഇപ്പോൾ തീരുമാനിച്ചു. എന്തായാലും തന്റെ ഇഷ്ടം രാജകുമാരിയോട് പറയണം. അതിനുവേണ്ടി അവനൊരു സൂര്യകാന്തിയുടെ പൂവും പറിച്ചുകൊണ്ട് ആ ഗുഹയ്ക്ക് മുന്നിലേക്ക് വരികയാണ്. എന്നാൽ അവൻ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ കഴുതയും രാജകുമാരിയും പറയുന്നത് അവന് പുറത്തു നിന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ അകത്തിരുന്നിട്ട് രാജകുമാരി കഴുതയെടുത്ത് പറയുന്നത് അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന രാജാവിന്റെ കാര്യമാണ്. ഇങ്ങനെ ഒരു വൃത്തികെട്ട രൂപത്തെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് ഇഷ്ടം തോന്നുക എന്നാണ് അവൾ ചോദിക്കുന്നത്. അവൾ ഉദ്ദേശിച്ചത് അവളുടെ കാര്യം തന്നെയാണ്. എന്നാൽ പുറത്തു നിന്ന് കേൾക്കുന്ന ഷ്രെക്ക് വിചാരിച്ചിരിക്കുന്നത് അവൾ പറയുന്നത് അവനെ കുറിച്ചാണെന്നാണ്. അതുകൊണ്ട് തന്നെ ദേഷ്യത്തോടെ അവൻ ആ പൂ അവിടെ വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ കുറച്ച് സമയത്ത് സംസാരത്തിന് ശേഷം കഴുതയാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം രാജകുമാരി നോക്കുമ്പോൾ ആ വാതിൽക്കലായിട്ട് ആ പൂ കിടക്കുന്നുണ്ട്. അവൾ അത് എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നു. അതിനുശേഷം അവൾ ചിന്തിക്കാൻ തുടങ്ങി. തന്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഷ്രെക്കിനോട് പറയണോ, അതാണ് ഇപ്പോൾ അവൾ ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിച്ച് അവസാനം എല്ലാ കാര്യങ്ങളും അവനോട് പറയാം എന്ന തീരുമാനത്തിൽ അവൾ എത്തി. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും നേരം വെളുത്തു. സൂര്യപ്രകാശം അവളുടെ ദേഹത്തേക്ക് വന്ന് പതിച്ചോടെ അവൾ ഇപ്പോൾ പഴയ രൂപത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ അവൾ പഴയ രൂപത്തിലേക്ക് മാറിക്കഴിയുമ്പോഴാണ് ഷ്രെക്ക് അങ്ങോട്ട് വരുന്നത്. ഷ്രെക്ക് അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ തന്നെ രാജകുമാരി വേഗം അവൻ്റെ അടുത്തേക്ക് എത്തി. എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഇന്നലെ രാത്രി നീ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. അതുകൊണ്ട് നിനക്കൊരു സമ്മാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് ഷ്രെക്ക് പറയുന്നത്. ഈ സമയം അവൾ നോക്കുമ്പോൾ അതാ രാജാവായിരുന്നു. അയാളും പടയാളികളും ഇപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജാവ് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങുമ്പോഴാണ് അതൊരു കുള്ളൻ രാജാവായിരുന്നു എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ രാജകുമാരിയെ നേരിൽ കണ്ടപ്പോൾ രാജാവിന് അവളോടുള്ള ഇഷ്ടം ശരിക്കും കൂടി. നമുക്ക് നാളെ തന്നെ കല്യാണം നടത്തണം എന്നാണ് രാജാവ് പറയുന്നത്. എന്നാൽ രാജകുമാരി അതിന് സമ്മതിക്കുന്നില്ല. നാളെ ആവണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി കടന്നു പോകണം. അങ്ങനെ വരുമ്പോൾ തന്റെ യഥാർത്ഥ രൂപമായിരിക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ കല്യാണം നടത്തണം എന്നാണ് അവൾ പറയുന്നത്. അവളുടെ ആഗ്രഹമായതുകൊണ്ട് തന്നെ രാജാവ് അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ രാജാവ് രാജകുമാരിയും കൂട്ടി കൊട്ടാരത്തിലേക്ക് പോവാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് ഷ്രെക്ക്. അവന്റെ ആ ഇരുത്തം കാണുമ്പോൾ കഴുതയ്ക്കും സങ്കടം സഹിക്കാൻ വയ്യ. അവൻ ഷ്രെക്കിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ ഷ്രെക്ക് ആണെങ്കിൽ ഇപ്പൊ കഴുത അടുപ്പിക്കുന്നില്ല. നീ നിന്റെ പണി നോക്കി പോകാൻ നോക്കുന്നു പറഞ്ഞിട്ട് ഷ്രെക്ക് വേഗം അവന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വളരെ സങ്കടത്തോടെ രാജകുമാരിയെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ് ഷ്രെക്ക് അവന്റെ വീട്ടിലിരിക്കുന്നത്. ഇതേ സമയം തന്നെ കൊട്ടാരത്തിലാണെങ്കിൽ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കഴുതയാണെങ്കിൽ ഇപ്പൊ മറ്റൊരു സ്ഥലത്താണ്. എന്നാൽ അവൻ അവിടെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത് ആ ഡ്രാഗൺ ആയിരുന്നു. ആ ഡ്രാഗൺ ഇപ്പം കഴുതയെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. മാത്രമല്ല കഴുതയെ മിസ്സായതുകൊണ്ട് അത് വല്ലാതെ കരയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴുത വേഗം ഡ്രാഗന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കഴുത നേരെ പോകുന്നത് ഷ്രെക്കിന്റെ വീട്ടിലേക്കാണ്. ആദ്യം കഴുതയോട് സംസാരിക്കാൻ അവൻ കൂട്ടാക്കത്തില്ലെങ്കിലും ഇപ്പൊ കഴുത അവനെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. എനിക്കൊരു കാര്യം പറയാണ്ട്, അത് കേട്ടിട്ട് നീ എന്താ ചെയ്തോ? നീ ഇന്നലെ രാത്രി ഒളിഞ്ഞെന്ന് കേട്ടെന്ന് പറഞ്ഞല്ലോ രാജകുമാരി പറഞ്ഞ കാര്യം. അത് ഒരിക്കലും അവൾ നിന്നെക്കുറിച്ച് പറഞ്ഞതല്ല. അത് വേറൊരു കാര്യമാണ്. പക്ഷെ എനിക്കിപ്പം അത് നിന്നോട് പറയാൻ പറ്റത്തില്ല. നീ പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് പോയിട്ട് രാജകുമാരിയെ കാണാൻ നോക്ക് എന്നാണ് കഴുത പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഇന്നിപ്പോൾ അവരുടെ കല്യാണമല്ലേ, ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഞാൻ കൊട്ടാരത്തിലേക്ക് എത്തുക എന്നാണ് ഷ്രെക്ക് തിരിച്ചു ചോദിക്കുന്നത്. അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കഴുത ഒരു വിസിലടിക്കുകയാണ്. അതോടുകൂടെ ആ ഡ്രാഗൺ അങ്ങോട്ട് പറന്നെത്തി. അത് കാണുമ്പോൾ ഷ്രെക്കിന് ശരിക്കും അത്ഭുതമായി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഷ്രെക്കും കഴുതയും കൂടെ ഡ്രാഗന്റെ പുറത്ത് കയറിയിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും കല്യാണത്തിനുള്ള ചടങ്ങുകളൊക്കെ തുടങ്ങി. അങ്ങനെ രാജാവും രാജ്ഞി കിസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഷ്രെക്ക് അങ്ങോട്ട് കയറി വരുന്നത്. അത് കാണുമ്പോൾ നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്? നിന്നോട് ഞാൻ കുറച്ചു മുമ്പ് സംസാരിക്കാൻ ശ്രമിച്ചതല്ലേ, നീ അത് കേട്ടില്ലല്ലോ. ഇപ്പം എൻ്റെ കല്യാണമാണ്, ഇവിടുന്ന് പോകാൻ നോക്ക് എന്നാണ് അവള് പറയുന്നത്. എന്നാൽ ഷ്രെക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ വിചാരം ഈ രാജാവ് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണോ? എന്നാൽ ഇത് വെറും കപട സ്നേഹം മാത്രമാണ്. യഥാർത്ഥ സ്നേഹം നീ കണ്ടിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. അതേക്കുന്ന രാജാവിന് ചിരിയാണ് വരുന്നത്. നീ യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു? ഒരു രാക്ഷസനായ നിനക്കാണോ ഇവളുടെ അടുത്ത് യഥാർത്ഥ സ്നേഹം തോന്നുന്നത് എന്നാണ് രാജാവ് ചോദിക്കുന്നത്. രാജാവിന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ഷ്രെക്ക് അത് പറഞ്ഞത് രാജകുമാരിയുടെ മനസ്സിൽ ശരിക്കും തട്ടി. ഈ സമയം അവൾ നോക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ താന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നീ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടല്ലേ? എന്നാൽ എനിക്കും നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ ആ ജനലിന്റെ അടുത്തേക്ക് പോയി കാണും. അങ്ങനെ സൂര്യപ്രകാശം താഴുമ്പോൾ അവൾ അവളുടെ രാക്ഷസ രൂപത്തിലേക്ക് മാറുന്നു. അതൊക്കെ കണ്ട് ഷ്രെക്ക് ആണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നാൽ രാജാവിനോ അവളുടെ ആ രൂപം കാണുമ്പോൾ ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അപ്പൊ നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ, എത്രയും പെട്ടെന്ന് ഇവരെ രണ്ടുപേരെയും പിടിച്ചു കെട്ടു എന്നാണ് രാജാവ് ഉത്തരവിടുന്നത്. അതിനെ തുടർന്ന് പടയാളികളൊക്കെ വന്നിട്ട് രണ്ടുപേരെയും ഇങ്ങനെ ചുറ്റിപ്പിടിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ കൊട്ടാരത്തിന്റെ റൂഫും തകർത്തുകൊണ്ട് ഡ്രാഗൺ അങ്ങോട്ട് വരുന്നത്.
ഡ്രാഗന്റെ പുറത്ത് കഴുതയുണ്ട്. അങ്ങനെ വന്ന ഉടനെ തന്നെ ഡ്രാഗൺ ആ രാജാവിനെ പിടിച്ചു വിഴുങ്ങാണ്. അങ്ങനെ ഡ്രാഗൺ അങ്ങോട്ട് വന്നു കാണുമ്പോൾ ആ പടയാളികളൊക്കെ ഷ്രെക്കിന്റെയും രാജകുമാരുടെയും പിടിവിട്ടു. ഈ സമയം ഷ്രെക്ക് വീണ്ടും രാജകുമാരുടെ അടുത്തെത്തി. അതിനുശേഷം അവന്റെ ആ പ്രണയത്തെക്കുറിച്ച് അവളുടെ അടുത്ത് തുറന്നു പറയാണ്. രാജകുമാരിയും ആ ഇഷ്ടം ആക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ പരസ്പരം കിസ് ചെയ്യാണ്. അതെ, യഥാർത്ഥ പ്രണയത്തിന്റെ ചുംബനം. ആ ചുംബനം കിട്ടിയതോടുകൂടെ രാജകുമാരിയുടെ ശരീരത്തിൽ നിന്നും ഒരു വെളിച്ചം വരാൻ തുടങ്ങി. അവൾ ഇങ്ങനെ വായുവിലേക്ക് ഉയർന്നു പൊങ്ങാണ്. അതെ, അവളുടെ ദേഹത്തെ ആ ശാപമൊക്കെ വിട്ടുപോവാണ്. അങ്ങനെ കുറച്ചു നേരം മുകളിലേക്ക് ഉയർന്നു നിന്നിട്ട് അവൾ നേരെ താഴേക്ക് വീഴുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഷ്രെക്ക് അവൾക്ക് കൊടുത്തത് യഥാർത്ഥ പ്രണയത്തിന്റെ ചുംബനമാണല്ലോ. അതോടൊപ്പം തന്നെ യഥാർത്ഥ പ്രണയത്തിന്റെ രൂപവും അവൻ അവൾക്ക് കൊടുത്തു. അതുകൊണ്ട് രാജകുമാരിയും ഇപ്പൊ രാക്ഷസ രൂപത്തിലാണ് നിൽക്കുന്നത്. അതായത് ഷ്രെക്കിനൊരു പേരായിട്ട് തന്നെ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഷ്രെക്ക് ഫിയോണേനും കൂട്ടിയിട്ട് അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ആ ഫെയറി ടെയിലെ ക്രീച്ചേഴ്സ് ഒക്കെ അവിടെ കൂടിയിട്ടുണ്ട്. അവരുടെ മുന്നിൽ വെച്ചിട്ട് ഷ്രെക്ക് രാജകുമാരി കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ ആ കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അന്ന് തന്നെ അവർ ഹണിമൂണിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കാൻ മറക്കരുതേ. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.